ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹെർബിൻ്റെ ജ്യൂസ് പരിചയപ്പെടാം. ആവശ്യമായ സാധനങ്ങൾ: നാരങ്ങ, ഹെർബായിട്ട് ഞാൻ എടുത്തേക്കുന്നത് തുളസിയിലയാണ്, പിന്നെ വേണ്ടത് പുതിനയില, പിന്നെ വേണ്ടത് പഞ്ചസാര, പിന്നെ വേണ്ടത് സോഡ. പിന്നെ ഇതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാർ ആവശ്യമാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചെറിയ ജാറാണ്. ഞാൻ ചെറിയ ജാറിലേക്ക് തുളസിയില എല്ലാം ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ പുതിനയില ആഡ് ചെയ്യുകയാണ്. തുളസിയില എന്ന് പറയുന്നത് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ്. ജ്യൂസായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങളും കുടിച്ചോളും. പിന്നെ ആവശ്യമായ പഞ്ചസാര ഇടുക. ഈ പഞ്ചസാരയുടെ സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ചെറിയൊരു നാരങ്ങ നീര്, ചെറിയൊരു പീസ് മതി. അത് ഞാൻ ആ മിക്സിയിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നു. എന്നിട്ട് ഇത് നല്ലോണം മിക്സിക്കകത്തിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു ചെറിയ അതിൻ്റെ ഒരു സത്ത് മാത്രമായിട്ട് നമുക്ക് കിട്ടും നമ്മളിതിനകത്തു നിന്ന് അരച്ചെടുക്കുമ്പോൾ. എന്നിട്ട് ഈ ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കാൻ നമുക്ക് ഒക്കുന്നൊരു സാധനമാണ്. കാരണം തുളസിയില ആയതുകൊണ്ട്, കാരണം കഫക്കെട്ടിനും ഒക്കെ നമ്മൾ തുളസിയില ചുമയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അന്നേരം ഇതേപോലെ ഞാൻ അരച്ചെടുത്തു. എന്നിട്ട് ഇത് നമ്മൾ അരിപ്പയ്ക്കകത്ത് വെച്ച് അരിച്ചെടുക്കുകയാണ്. ഞാൻ എടുത്ത ജ്യൂസ് ഇത്രയേ ഉള്ളൂ, ഒരു ഗ്ലാസ്സിനുള്ളത് മാത്രം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ജ്യൂസിൻ്റെ ഇത്. ഇതിൻ്റെ അകത്തോട്ട് ഇനി ആവശ്യമായ സോഡയ്ക്ക് പകരം വേണ്ടവർക്ക് തണുത്ത വെള്ളം യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോഡയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ജ്യൂസാണ്, കുഞ്ഞുങ്ങളും കുടിക്കും, അത് ഉറപ്പാണ്. കാരണം അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.